ഹായ്, വെൽക്കം ടു അവർ ചാനൽ. വിക്ടോറിയയിലെ ഒലിൻഡയിൽ സ്ഥിതി ചെയ്യുന്ന മെൽബണിലെ ഏറ്റവും പ്രശസ്തമായ പൂന്തോട്ടങ്ങളിൽ ഒന്നാണ് ഇന്ന് നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത്. ഡാൻഡനോങ് റേഞ്ചസ് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നാണ് ഈ പ്രശസ്തമായ പൂന്തോട്ടത്തിൻ്റെ പേര്. മെൽബൺ CBDയിൽ നിന്നും ഏകദേശം 1 മണിക്കൂറാണ് ഈ സ്ഥലത്ത് എത്താനുള്ള സമയം. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഈ ഡാൻഡനോങ് റേഞ്ചസ്. ഈ ഗാർഡന്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് 4 സീസണുകളിലും നമുക്കിത് ആസ്വാദികരമാണ് എന്നുള്ളതാണ്. സീ ലെവലിൽ നിന്നും ഏകദേശം 2000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗാർഡൻ ഡാൻഡനോങ് റേഞ്ചസ് നാഷണൽ പാർക്കിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ഓസ്ട്രേലിയൻ റോഡൻഡ്രോൺ സൊസൈറ്റി അന്ന് വംശനാശ ഭീഷണി നേരിട്ടിരുന്ന റോഡൻഡ്രോണുകൾക്കായി വിക്ടോറിയയിൽ ഒരു പ്രത്യേക ഇടം സൃഷ്ടിക്കാൻ സർക്കാരിനെ സമീപിച്ചപ്പോഴാണ് ഈ ഗാർഡന്റെ ഐഡിയ ഡെവലപ്പ് ചെയ്തത്. ഇവിടുത്തെ ക്ലൈമറ്റിന്റെ പ്രത്യേകത കാരണം അന്നത്തെ പ്രീമിയർ ഹെൻറി ബോൾട്ട് ഈ സ്ഥലം സൊസൈറ്റിക്ക് നൽകി. നിർഭാഗ്യവശാൽ 1962 കാട്ടുതീ ഈ സ്ഥലത്തെ ഭൂരിഭാഗവും നശിപ്പിച്ചുവെങ്കിലും പ്രകൃതിയുടെ പ്രതിരോധവും അന്നത്തെ ആളുകളുടെ സപ്പോർട്ടും കാരണം ഗാർഡൻ പിന്നീട് പുനർനിർമ്മിക്കാൻ സാധിച്ചു. ഈ പൂന്തോട്ടത്തിൽ മനോഹരമായൊരു ലേക്ക് ഉണ്ടാക്കി. ഏകദേശം 14 മില്യൺ ലിറ്റർ വെള്ളം സംഭരിക്കാൻ ശേഷിയുള്ള ഈ ലേക്ക് കാണാൻ ഏറ്റവും ഭംഗിയുള്ള സമയം സ്പ്രിങ്ങും ഓട്ടം സീസണിലുമാണ്. ഏകദേശം 100 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ഗാർഡൻ 2013 ഡാൻഡനോങ് റേഞ്ചസ് ബൊട്ടാണിക് ഗാർഡൻ എന്ന് ഔദ്യോഗികമായി പേര് വന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് 2 ഭാഗത്തും ഉണ്ടായി നിൽക്കുന്ന ചെറി ട്രീസ് ആണ്. ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നതാണ്. ആ പൂക്കൾ ഉണ്ടാവുന്നത് സെപ്റ്റംബർ മിഡ് ടു ഏർലി ഒക്ടോബർ വരെയാണ് അതിൻ്റെ പൂക്കൾ ഉണ്ടാവുന്ന സമയം. ഞങ്ങൾ വിസിറ്റ് ചെയ്തത് ആ സമയം അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. എന്തായാലും ഒരു ചാൻസ് ഇനി കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ആ സമയത്ത് പോയി കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. 1995 ജപ്പാനിലെ അന്നത്തെ ഹൈനസ്സായ പ്രിൻസ് ആൻഡ് പ്രിൻസസ് ഓഫ് അക്കിഷിനോ ആണ് ഈ ചെറി ട്രീ ഗ്രോവ് ഔദ്യോഗികമായി ഈ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഉദ്ഘാടനം ചെയ്തത്. ഗാർഡൻ എൻട്രി ഫ്രീ ആണ്. എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4:30 വരെയാണ് സന്ദർശന സമയം. ഇത് കൂടാതെ ഗാർഡൻ മൊത്തം ചുറ്റിക്കാണാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രിക് വെഹിക്കിൾ സിസ്റ്റം കൂടി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 13ഓളം പേർക്ക് യാത്ര ചെയ്യാവുന്ന ഒരു അറേഞ്ച്മെൻ്റ് ആണ്. പക്ഷെ അത് എല്ലാ ദിവസവും സർവീസ് ഇല്ല. അതിൻ്റെ അവൈലബിലിറ്റിയും ഫെയറും അവരുടെ വെബ്സൈറ്റിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളൊരു പ്രകൃതി സ്നേഹിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ഒരാളോ
അല്ലെങ്കിൽ കുറച്ച് നേരം പീസ്ഫുള്ളായിട്ട് എവിടെയെങ്കിലും ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ചോയ്സാണ് ദാന്തനോങ് റേഞ്ചസ് ബൊട്ടാണിക് ഗാർഡൻ. കൂടുതൽ വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. See you next time. Bye. Bye.